പലവിധ യാദർച്ഛികകൾ ചേർന്നാണ് മനുഷ്യരുടെ ജീവിതം. നമുക്കറിയാം, സമാനമായ യാദർച്ഛികത, അതായത് രാഷ്ട്രീയത്തിൻ്റെ നാടകീയതയും വ്യക്തിജീവിതത്തിലെ വൈരുദ്ധ്യവും ഇഴചേർന്ന് ചരിത്രത്തിൽ ഇടം നേടുന്ന ചില നിമിഷങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. അതിലൊന്നാണ് കഴിഞ്ഞ ദിവസം ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ജീവിതത്തിലുണ്ടായ യാദർച്ഛികമായ ഒരു സംഭവം. ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ട് ആ രാജ്യം ശിക്ഷിച്ചത് ഒരു നവംബർ 17-നാണ്. ഇതേ നവംബർ 17-നായിരുന്നു അവരുടെ വിവാഹം എന്നുള്ളതും ഏറെ യാദർച്ഛികമായ ഒരു സംഭവമായി മാറുകയാണ്. 2025 നവംബർ 17-ന് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ, അതായത് ICT, ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കുകയാണ്. അത്തരമൊരു വിചിത്രമായ യാദർച്ഛികതയുടെ തികഞ്ഞ ഉദാഹരണങ്ങളിൽ ഒന്നായി ഇത് മാറുന്നു. മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട ദിവസം. 57 വർഷം മുൻപ് 1967 ഹസീന ഡോക്ടർ MA വാസേത് മിയായെ വിവാഹം കഴിച്ചതും ഒരു 17-നായിരുന്നു. ഒന്നുകിൽ കവിയുടെ ഭാവനയിലോ അതല്ലെങ്കിൽ ഏറ്റവും കടുപ്പമേറിയ വിധിയിലോ മാത്രം സംഭവിക്കുന്ന ഒന്ന്. ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഒരു ചൂടുള്ള ചർച്ചാ വിഷയമായി ഈ സംഭവവികാസം മാറിയിരിക്കുകയാണ്. വിധി പ്രഖ്യാപനം നവംബർ 14 നിന്ന് നവംബർ 17-ലേക്ക് മാറ്റിയതോടെ ഈ തീയതി ബോധപൂർവം തെരഞ്ഞെടുത്താണോ എന്നും ചില ചോദ്യങ്ങൾ ഉയർന്നു. ഈ വിധി അതിൻ്റെ രാഷ്ട്രീയവും വ്യക്തിപരവുമായ മാനങ്ങൾ കൊണ്ട് ഷെയ്ഖ് ഹസീനയുടെ സങ്കീർണമായ പാരമ്പര്യത്തിൽ ഒരു പുതിയ അധ്യായം കൂടി എഴുതി ചേർക്കുകയാണ്. വിവാഹവാർഷികം പലർക്കും സന്തോഷത്തിൻ്റെയും പലതരത്തിലുള്ള നല്ല സ്മരണകളുടെയും ഒക്കെ ദിനമാണ്. എന്നാൽ ഷെയ്ഖ് ഹസീനയെ സംബന്ധിച്ചിടത്തോളം നവംബർ 17 എന്ന തീയതി ഇപ്പോൾ തീവ്രമായ വേദനയുടെയും ഒപ്പം നിയമപരമായി അവർക്ക് അനുഭവിക്കാൻ പോകുന്ന ശിക്ഷയുടെയുമൊക്കെ പ്രതീകമായി മാറുന്ന ഒന്നാണ്. 1967 ബംഗ്ലാദേശ് രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാൻ്റെ മകൻ ഡോക്ടർ MA വാസേത് മിയായുമായി വിവാഹിതയാകുമ്പോൾ ഒരു സാധാരണ വ്യക്തിയുടെ സ്വപ്നങ്ങളാകാം ഒരുപക്ഷെ ഷെയ്ഖ് ഹസീന കണ്ടത്. എന്നാൽ കൃത്യം 57 വർഷങ്ങൾക്ക് ശേഷം അതേ ദിവസം അവർ ദീർഘകാലം നയിച്ച രാജ്യത്തിലെ നിയമ സംവിധാനം ശിക്ഷാവിധി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ ഒന്ന്. ഈ കേസിൽ വിധി പ്രഖ്യാപനം നവംബർ 14 നടക്കാനിരുന്നതായിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ അത് മാറ്റി നവംബർ 17-ലേക്ക് മാറ്റി. ഈ യാദർച്ഛികതയെ അത് ഈ 17 ദിവസം കൂടുതൽ ശ്രദ്ധേയമാക്കുക കൂടിയാണ്. ഇത് വെറും യാദർച്ഛികത മാത്രമാണോ, അതോ ഹസീനയുടെ പതനത്തിൽ കർമ്മഫലത്തിൻ്റെ ഒരു നാടകീയമായ ചിത്രം വരച്ചു കാട്ടാൻ വിധിന്യായത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ മനഃപൂർവ്വം ഈ തീയതി തിരഞ്ഞെടുത്തതാണോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വീഴുന്നുണ്ട് ബംഗ്ലാദേശിൽ. കൃത്യമായ ഉത്തരമില്ല എങ്കിൽ പോലും പൊതുജന മനസ്സിൽ ഒരു ശക്തമായ ആഖ്യാനം ഇത് സൃഷ്ടിച്ചു കഴിഞ്ഞു. ഷെയ്ഖ് ഹസീനയുടെ വിധിയിലെ ഏറ്റവും വലിയ വിരോധാഭാസം അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണലിൻ്റെ പങ്ക് തന്നെയാണ്. 2010 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ വിചാരണ ചെയ്യാൻ വേണ്ടി ഹസീനയുടെ സർക്കാർ തന്നെ സ്ഥാപിച്ചതാണ് ഈ ട്രിബ്യൂണൽ. യുദ്ധക്കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഈ സംവിധാനം വർഷങ്ങൾക്കിപ്പുറം അതിൻ്റെ സ്ഥാപകയ്ക്കെതിരെ തന്നെ തിരിയുന്നു എന്നുള്ളതാണ് മറ്റൊരു യാദർച്ഛികത. ഈ ട്രിബ്യൂണൽ അതിൻ്റെ പ്രവർത്തനത്തിലൂടെ അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയിരുന്നു. ഇപ്പോൾ ഇത് രാജ്യത്തിലെ ഏറ്റവും ശക്തനായ നേതാവിനെ വിചാരണ ചെയ്യുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ നിയമത്തിൻ്റെ അധികാരം പരമോന്നതമാണെന്ന സന്ദേശം നൽകാൻ കൂടി ശ്രമിക്കുന്നു. അധികാരം അതിൻ്റെ സൃഷ്ടാവിനെ തന്നെ ശിക്ഷിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടിയായി ഇത് മാറുകയാണ്. ലോകരാഷ്ട്രീയത്തിൽ അത്രത്തോളം അപൂർവമാണ് ഇങ്ങനെയൊരു സംഭവവികാസം. ഹസീനയ്ക്ക് വിധി ലഭിക്കാൻ കാരണമായത് 2024 വിദ്യാർത്ഥി പ്രക്ഷോഭം കൈകാര്യം ചെയ്ത രീതിയാണ്. കോട്ട പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രക്ഷോഭം പിന്നീട് നിസ്സഹകരണ പ്രസ്ഥാനമായി വളർന്നു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ ശ്രദ്ധിക്കുന്നതിന് പകരം ഹസീനയുടെ സർക്കാർ അക്രമാസക്തമായ അടിച്ചമർത്തലാണ് അന്ന് തുനിഞ്ഞത്. ഇതാണ് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ എന്ന കുറ്റത്തിന് ആധാരമായ പ്രധാന വിഷയം. ഇതിനേക്കാൾ ഗുരുതരമായത് പ്രക്ഷോഭകരായ വിദ്യാർത്ഥികളെ ഹസീന റസാക്കറുമാർ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു എന്നുള്ളതാണ്. ബംഗ്ലാദേശ് ചരിത്രത്തിൽ റസാക്കർ എന്ന വാക്ക് രാജ്യദ്രോഹത്തിന് തുല്യമായതാണ്. 1971 വിമോചന യുദ്ധത്തിൽ പാകിസ്ഥാൻ സൈന്യവുമായി സഹകരിച്ച പ്രാദേശിക സായുധ സംഘങ്ങളെയാണ് ഈ പേരിൽ വിളിച്ചിരുന്നത്. ഈ വിളി വിദ്യാർത്ഥികളെ രാജ്യത്തിൻ്റെ ശത്രുക്കളായി ചിത്രീകരിക്കുകയും അവരുടെ പ്രതിഷേധത്തെ നിയമപരമായി അടിച്ചമർത്തുന്നതിന് ഒരുതരം രാഷ്ട്രീയ ന്യായീകരണം നൽകുകയും ചെയ്തു. എന്നാൽ ഈ പ്രയോഗം പൊതുജനങ്ങളെ വല്ലാതെ പ്രകോപിപ്പിച്ചു. വിമോചനത്തിൻ്റെ രാഷ്ട്രപിതാവിൻ്റെ മകൾ പുതിയ തലമുറയെ
ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേശീയ വഞ്ചകരുമായി ഉപമിച്ചത് അവരുടെ പതനത്തിന് ആക്കം കൂട്ടി. ഷെയ്ഖ് ഹസീനയുടെ പാരമ്പര്യം നമുക്കറിയാം ഒരിക്കലും ലളിതമായിരുന്നില്ല. ബംഗ്ലാദേശിൻ്റെ വളർച്ചയിൽ അവർക്ക് സുപ്രധാനമായ പങ്കുണ്ട്. ദാരിദ്ര്യം കുറയ്ക്കുന്നതിലും സാമ്പത്തിക വളർച്ചയിലും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും അവരുടെ സർക്കാരുകൾ നിർണായക ചുവടുവെപ്പുകൾ നടത്തി. എന്നാൽ അധികാരത്തിൽ തുടർന്നതോടെ അവർ ഏകാധിപത്യത്തിലേക്ക് വഴുതി വീഴുന്ന ഒരു സാഹചര്യം കൂടി പിന്നീട് കണ്ടു. അത്തരമൊരു ആരോപണം അത് ശക്തമായി തന്നെ അവരുമായി ബന്ധപ്പെട്ട് ഉയർന്നു. പ്രതിപക്ഷത്തെ അടിച്ചമർത്തൽ, അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായ നടപടികൾ, തെരഞ്ഞെടുപ്പിലെ അട്ടിമറി ആരോപണങ്ങൾ എന്നിവ ഷെയ്ഖ് ഹസീനയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. വിധിന്യായത്തിലെ നവംബർ 17 എന്ന തീയതി അവരുടെ വ്യക്തിപരവും രാഷ്ട്രീയപരവുമായ ജീവിതത്തിലെ രണ്ട് തീവ്രമായ ധ്രുവങ്ങളെ അടയാളപ്പെടുത്തുന്നത് തുടക്കവും ഒടുക്കവും ഒരുപോലെ ഒത്തുചേർന്ന ഒരു ദിവസം. ഒരു വശത്ത് വ്യക്തിബന്ധത്തിൻ്റെ പവിത്രത, മറുവശത്ത് പരമാധികാരത്തിൻ്റെ ഏറ്റവും വലിയ പരാജയം മറ്റൊരു കോണിൽ. ഷെയ്ഖ് ഹസീനയുടെ വിധി ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രീയ ഭാവിയെ എങ്ങനെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒന്നുകൂടിയാണ്. ഒരു മുൻ പ്രധാനമന്ത്രിക്ക് ഇത്രയും കഠിനമായ ശിക്ഷ നൽകുന്നത് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയും രാഷ്ട്രീയ സംവിധാനത്തെയും സമൂലമായി മാറ്റിമറിക്കും. ഇത് ഒരു പുതിയ രാഷ്ട്രീയ കീഴ്വഴക്കം സ്ഥാപിക്കുകയും ഭാവി നേതാക്കൾക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു എന്നും രാഷ്ട്രതന്ത്രജ്ഞർ വിലയിരുത്തുന്നു. അധികാരം ശാശ്വതമല്ല. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നവംബർ 17 എന്ന തീയതി ഇനി ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഓർമ്മപ്പെടുത്തലായി ഒരുപക്ഷെ നിലനിന്നേക്കാം. അധികാരം ഒരു വ്യക്തിയെ എങ്ങനെ രൂപാന്തരപ്പെടുത്തുന്നു, അധികാരത്തിൻ്റെ അഹങ്കാരം എങ്ങനെ പതനത്തിലേക്ക് നയിക്കുന്നു, ഒടുവിൽ വിധി വ്യക്തിപരമായ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസത്തെ തന്നെ തിരഞ്ഞെടുത്ത് എങ്ങനെ തിരിച്ചടിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ചിന്തോദ്ദീപകമായ ചോദ്യചിഹ്നമായി ഈ ദിവസം അവശേഷിക്കുകയാണ്. ഹസീനയുടെ ഈ പതനം രാഷ്ട്രീയത്തിലെ ധാർമ്മിക ഉത്തരവാദിത്തത്തെക്കുറിച്ചുള്ള വലിയ പാഠം കൂടിയാണ് നൽകുന്നത്.